തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് കൃത്യമായ ഉത്തരം പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് സിമ്പിളാണ് മറുപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സിമ്പിളായി പറയാൻ കഴിയുന്ന ഉത്തരമില്ല എന്തുകൊണ്ടാണ്. ഉത്തരവില്ലാത്തതുകൊണ്ടാണ് ഉത്തരം പറയാൻ കഴിയാത്തത്. ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികരണ ശൈലി മൊത്തം നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് ഒരു BJP സ്പോക്സ് പേഴ്സണെ പോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പെരുമാറുന്നത് കാണാം. ഒന്നാമത്തേത് BJP സ്പോക്സ് പേഴ്സണെ പോലെ പെരുമാറുക എന്ന് വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുക. BJPയെക്കുറിച്ച് കുറ്റപ്പെടുത്തലില്ല, BJPയെക്കുറിച്ച് ആശങ്കകളില്ല. രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ചും മാധ്യമങ്ങളെക്കുറിച്ചും മാത്രമേ അദ്ദേഹത്തിന് ആശങ്കയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണ്? ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളോടെല്ലാം ഒഴിഞ്ഞുമാറുന്ന സമീപന ശൈലി സ്വീകരിക്കുക. മൂന്നാമത്തേത് ഒന്നിനും തെളിവുകൾ ഹാജരാക്കാതെ അങ്ങനെയൊന്നുമില്ല, അതെല്ലാം വ്യാജമാണെന്ന് പറയുക, എന്നാൽ അതിനൊന്നും തെളിവുകളോ മറ്റ് സംഗതികളോ ഒന്നുമില്ല. അപ്പം വളരെ സ്പെസിഫിക്കായ ക്വസ്റ്റ്യൻസ് പലതും വരുന്ന സമയത്ത് നെക്സ്റ്റ് എന്ന് പറയുമോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ ആവശ്യപ്പെടുകയോ ചെയ്യുകയാണ്. ഇത് വളരെ പ്രധാനമാണ്. നമുക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് കൊള്ള ആരോപണം ഉയർന്നപ്പോൾ അതിലെ സംശയങ്ങൾ എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക്കാണ്. അതെല്ലാ മനുഷ്യരുടെ മനസ്സിലുണ്ട്. ഇത് പരിശോധിച്ച മുഴുവൻ മനുഷ്യരുടെ മനസ്സിലുണ്ട്. അതിൽ ഈ ബീഹാർ ഒന്നാമത്തെ പ്രശ്നമാണ്. ഇപ്പോൾ ബീഹാർ നോക്കൂ, ബീഹാറിൽ ഇപ്പോൾ ഒരു ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുകയാണ്. ആ റിവിഷൻ്റെ ഭാഗമായിട്ട് 60 ലക്ഷം ആൾക്കാരെ പുറന്തള്ളി കഴിഞ്ഞു. അവരുടെ പട്ടിക പോലും ആരും ആദ്യം പ്രസിദ്ധീകരിച്ചില്ല എന്നോർക്കണം. അപ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്തിനാണ് ഈ റിവിഷൻ നടത്തുന്നത്? മൗലികമായ ചോദ്യമാണ്. നിങ്ങൾക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ റിവിഷൻ നടത്താമായിരുന്നു, നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യാമായിരുന്നു, നിങ്ങളത് ചെയ്തില്ല. നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്നു. ഇതാ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പത്തെ മണിക്കൂറിൽ ചെയ്യുകയാണ്. ബീഹാറിൽ വലിയ പെരുമഴക്കാലമാണ്. ബീഹാറിലെ മനുഷ്യർ പ്രോപ്പറായി ഡോക്യുമെൻറ്റ്സ് ഒന്നും കയ്യിലില്ലാത്ത ആൾക്കാരാണ്. ഈ സമയത്ത് നിങ്ങളിത് ചെയ്താൽ ഇതെങ്ങനെ ഫലപ്രാപ്തിയിലെത്തുമെന്ന ഒന്നാമത്തെ ചോദ്യത്തിന് കമ്മീഷന് ഉത്തരവില്ല, ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സമയബന്ധിതമായി ചെയ്തില്ല? നേരത്തെ സമയം ഉണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തില്ല. ഇപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നു? മഴക്കാലത്ത് ചെയ്യാൻ പറ്റുമെന്ന് ക്വസ്റ്റ്യൻ ആൻസറില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ പറയുന്ന ഇതിനകത്ത് ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതായത് ഈ വോട്ടർ ഡ്യൂപ്ലിക്കേഷൻ പ്രശ്നം പരിഹരിക്കാൻ. വോട്ടർ ഡ്യൂപ്ലിക്കേഷനാണല്ലോ ഇപ്പോൾ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള മെത്തഡോളജി എന്താണ്, ടൂൾ എന്താണ്? ഒരു ചോദ്യമാണല്ലോ. ഇപ്പോൾ ഒരു അബദ്ധം പറ്റാം. ഇന്ത്യയിലെ വലിയൊരു പോപ്പുലേഷനും വലിയ വോട്ടർ പട്ടികയുമാണ്. അപ്പോൾ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ നമുക്ക് എക്കാലം വലിയ പോപ്പുലേഷനാണ്, കുറേ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്ന് മട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. അത് പരിഹരിക്കാൻ ഒരു സംവിധാനം വേണം. ഡിജിറ്റൽ ഇന്ത്യയിൽ പരിഹാരം വേണമല്ലോ. അപ്പോഴാണ് ഈ ചോദ്യം, ഈ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള മെത്തഡോളജി എന്താണ്? നിങ്ങൾ എന്ത് ടൂൾ ഉപയോഗിക്കുന്നു? ഒരു ഉത്തരവ് അവർക്ക് പറയാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ പരിഹാരത്തിന് അവരുടെ നടപടി ഉണ്ടോ ഇതാണ്. പിന്നെ ഈ പറഞ്ഞ ഡ്യുവൽ എപ്പിക് ID പ്രശ്നം കേരളം അടക്കം എല്ലായിടത്തും ഉന്നയിക്കപ്പെട്ട പ്രശ്നമാണ്. ഡ്യുവൽ എപ്പിക് ID പ്രശ്നം പരിഹരിക്കാൻ എന്താണ് ചെയ്യുന്നത്? അതെങ്ങനെ സംഭവിക്കുന്നു? ബീഹാറിൽ മാത്രം എന്തുകൊണ്ട് അതിൻ്റെ എണ്ണം കൂടുന്നു? ആ ചോദ്യത്തിന് കമ്മീഷന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നു. അവിടെ മുതിർന്നവരുടെ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള കണക്കിനേക്കാൾ കൂടുതൽ വോട്ടർമാർ എങ്ങനെ മുതിർന്ന വോട്ടർമാരുടെ കണക്കിൽ അവിടെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അവിടെ ഈ ബീഹാറിൽ നീക്കം ചെയ്ത വോട്ടർമാരുടെ പട്ടികയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അത് ആദ്യം പ്രസിദ്ധീകരിച്ചില്ല. സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നു ആ കണക്ക് പ്രസിദ്ധീകരിക്കാൻ. ആരെയൊക്കെ എവിടെ വെട്ടുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പുറത്തു പറയുന്നില്ല. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പല കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയും ഇല്ലാത്തവരെന്ന് മനസ്സിലാക്കി ആ മേഖലയിലെ ആളുകൾ വോട്ട് വെട്ടുന്ന വലിയ പണി നടന്നിട്ടുണ്ട് എന്ന് ഇതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അശോക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പുറത്തുവിട്ട കണക്ക് പ്രകാരം അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സബ്യസാജി ദാസിൻ്റെ റിപ്പോർട്ടിനകത്ത് എവിടെയൊക്കെയാണ് വോട്ട് വെട്ടേണ്ടത്, ആരെയൊക്കെ ഒഴിവാക്കിയവർക്ക് പോലും അറിയാൻ കഴിയില്ല എന്ത് കാരണത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്ന കാര്യം അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്നത് എന്തുകൊണ്ട് വോട്ടർ പട്ടിക അല്ലെങ്കിൽ വെട്ടിയവരുടെ കണക്ക് പുറത്തുവിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈ CCTV ഫുട്ടേജ് നിങ്ങൾ എന്തുകൊണ്ട് സൂക്ഷിക്കാതിരുന്നു? ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് BJP ഉണ്ടാക്കിയ നിയമമാണ്, എല്ലാ ഡിജിറ്റൽ എവിഡൻസും നശിപ്പിച്ച് കളയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അനുവദിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം പിന്നീട് ആര് പരിശോധിച്ചാലും ക്രമക്കേടുകൾ പിടിക്കപ്പെടാതിരിക്കാനുള്ള ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ് എന്ന്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ തരുന്നില്ല? ഞങ്ങൾക്ക് ഡിജിറ്റലി പരിശോധിക്കാൻ കഴിയുന്ന വോട്ടർ പട്ടിക നിങ്ങൾ എന്തുകൊണ്ട് തരുന്നില്ല? ഈ ക്വസ്റ്റിന് പ്രോപ്പറായിട്ടുള്ള ആൻസർ പറയാൻ കഴിഞ്ഞിട്ടില്ല. അവസാനത്തെ ചോദ്യം, നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുമോ? മറുപടിയില്ല. ഉത്തരവാദികളെ ശിക്ഷിക്കുമോ? മറുപടിയില്ല. പിന്നെ എന്തിനാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയത്? ആ വാർത്താ സമ്മേളനം ആ അർത്ഥത്തിൽ എങ്ങനെ നോക്കിയാലും BJPക്ക് അനുകൂലമായിട്ടുള്ള വർത്തമാനം പറയാൻ വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ്. നമുക്കതിൻ്റെ ചരിത്രം അറിയാവുന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർശനമായ നടപടികൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുന്നവർക്കെതിരെ എടുക്കും, ഒരു മയവും കാണിക്കില്ല എന്ന് കമ്മീഷൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയാണെങ്കിൽ അമിത്ഷായ്ക്കും മോദിക്കും BJPക്കും എതിരെ കുറേ പരാതികളുണ്ടല്ലോ, അതിൻ്റെ അന്വേഷണം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ അവർക്ക് അവരുടെ ഈ പറയുന്ന ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന കാര്യത്തിൽ ഞങ്ങൾക്കാരോടും പ്രതിപത്തിയില്ല, ഞങ്ങൾക്കാരോടും സവിശേഷ വിരോധമില്ല എന്ന് പറയുന്നവർ BJPയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഘട്ടത്തിലെല്ലാം നിശബ്ദത പാലിക്കും. അപ്പോൾ ഈ കമ്മീഷൻ സംസാരിക്കുന്നത് നേരത്തെ അമിത്ഷാ സംസാരിച്ച അതേ ഭാഷയിലാണ് എന്ന് കാണാൻ കഴിയും. വോട്ട് കൊള്ള എന്ന വാക്കൊന്ന് ഉപയോഗിക്കല്ലേ, അത് ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ് എന്നാണ് ഇവർ പറയുന്നത്. ഭരണഘടനാ മൂല്യം എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കേണ്ട പോലും ഇങ്ങനെയല്ല. ഭരണഘടനാ മൂല്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ നിയമിക്കണം. ഭരണഘടന നോക്കിയിട്ടാണല്ലോ കോടതി പറയുക. അതിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവണം, പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണം,
പ്രധാനമന്ത്രി ഉണ്ടാവണം, അവരായിരിക്കണം തീരുമാനം എടുക്കേണ്ടതെന്ന് ഭരണഘടനാ മൂല്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സുപ്രീം കോടതി ഒരു ഡയറക്റ്റീവ് നൽകുന്നു. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യുന്നു? ആ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ആളും പിന്നെ പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ ഇവരാണല്ലോ മെജോറിറ്റി, അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റും. പിന്നെ സുപ്രീം കോടതി ജഡ്ജിയുടെ ലെവലിൽ നിന്ന് ആ കപ്പാസിറ്റിയിൽ നിന്ന് വെട്ടി അഡീഷണൽ സെക്രട്ടറി ലെവലിലേക്ക് ഇവരെ താഴ്ത്തി. അവരാണോ ഭരണഘടനയെക്കുറിച്ച് പറയുന്നത്? പിന്നെ ഈ നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാടൊട്ടുക്ക് നടന്ന് വിഭജന പ്രസംഗം നടത്തിയപ്പോൾ ഒരു നടപടിയും എടുക്കാതെ ക്ലീൻ ചിറ്റ് കൊടുത്ത ആൾക്കാരാണ് ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നത്. പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തൽ നടത്തുകയാണ്. ഞാൻ അതിൻ്റെ കോർ പോയിന്റ് അതാണ്. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കും എന്ന് പറയുന്ന ഒരു സംഗതിയെ ഒരു ഭീഷണിയായി കൊണ്ടുവരികയാണ്. അതിപ്പോൾ സുനിൽകുമാറിനോട് മുതൽ രാഹുൽ ഗാന്ധിയോട് വരെ ആ സമീപനം സ്വീകരിക്കുന്നുണ്ട്. സോ ഈ ജനങ്ങൾ സ്വന്തം സംവിധാനത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നടപടിയുണ്ട് അതിനെ മറികടക്കാൻ പറ്റുമോ? ധന്യ നെവർ കഴിയില്ല. കാരണം രാജ്യത്തെ ഒരു വലിയ സംവിധാനം, അത് കോടതിയായാലും സർക്കാരായാലും മാധ്യമങ്ങളായാലും ജുഡീഷ്യറി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും എല്ലാം അടിസ്ഥാനപരമായി ജനങ്ങളുടെ വിശ്വാസമാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. ആ പവറിനെ മുൻനിർത്തിക്കൊണ്ടാണ് നടപടിയെടുക്കുന്നത്, നോട്ടീസ് കൊടുക്കുന്നതെല്ലാം. ജനം വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ ഏത് നടപടി കൊണ്ട് എന്ത് കാര്യം? ജനങ്ങൾ ചോദിക്കുകയാണ്. അതാ ഇന്നിപ്പോൾ നമ്മുടെ അരവിന്ദ് അവിടെ പോയിട്ടുണ്ട്. അരവിന്ദ് അവിടെ പോയിട്ട് അവിടുത്തെ ആൾക്കാരിൽ ബീഹാറിലെ ഗ്രാമീണരായ മനുഷ്യരോട് ചോദിക്കുന്നു, നിങ്ങളുടെ വോട്ടിന് പോയതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വോട്ട് പോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണെന്ന് പറയാണ്. ആ മനുഷ്യരുടെ അവിശ്വാസത്തിന് അടുക്കുന്നിട്ട് ഇവർ ഏത് നടപടി എടുക്കുന്ന പറഞ്ഞ് നടപടി എടുക്കുമായിരിക്കും. ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുക്കുമായിരിക്കും. ഇനിയിപ്പോൾ അയാൾ അയോഗ്യനാക്കുമായിരിക്കും. അയോഗ്യനാക്കിയിട്ട് തിരിച്ചു വരുന്ന ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് ജനം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ക്രെഡിബിലിറ്റി? അപ്പം മൗലികമായ പ്രശ്നം ഇവരുടെ ക്രെഡിബിലിറ്റി ലോസ് എന്ന് പറയുന്ന സംഗതി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മേലെ പോയിട്ട് ഇനിയിപ്പോൾ നടപടി എടുത്തതിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നതിലെ പരമമായ പ്രശ്നം അവിടെ കിടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ പ്രധാന ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്തിരിക്കുക. അതിനൊന്നും എന്തെങ്കിലും ഉത്തരം കിട്ടുമെന്ന് നമ്മൾ ഇന്നലെ പോലെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്നലെ സുരേഷ് ഗോപി പറയുന്നു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും. കാരണം അദ്ദേഹത്തിന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയ മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ചോദ്യമെല്ലാം ഇത് നോട്ട് ചെയ്തിട്ടുണ്ട്, ഇതിനൊക്കെ പറയുമല്ലോ എന്ന്. ഇതിനൊറ്റ ഒരെണ്ണത്തിൽ ഉത്തരം പറ്റില്ല മാത്രമല്ല ഡിജിറ്റൽ പട്ടിക എന്തായാലും തരില്ല. ഡിജിറ്റൽ പട്ടിക തന്നാൽ വോട്ടർമാരുടെ സ്വകാര്യത എന്ന് പറയുന്ന സാധനം ആകെ അപകടത്തിലായി പോകുമെന്നാണ് ഈ കമ്മീഷൻ പറയുന്നത്. ആരാണ് വോട്ടർമാരെന്ന കാര്യത്തിൽ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കമ്മീഷനും അതിൻ്റെ സംവിധാനവും. കാരണം എന്താണ്? വീടില്ലാത്ത മനുഷ്യരാണ് സീറോ. അപ്പോൾ പിന്നെ ഈ KUWG XYZ എന്ന് പറയുന്ന ആൾക്കാരാരാണ്? അവരെന്തില്ലാത്തവരാണ്? അതല്ലേ പറയേണ്ട കാര്യം. അത് വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞില്ലെന്ന് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഈ തെളിവുകൾ നശിപ്പിച്ച് കളയുക. അതായത് വോട്ടർ പട്ടിക കൊടുക്കാൻ കഴിയില്ല, ഡിജിറ്റൽ കോപ്പി കൊടുക്കാൻ കഴിയില്ല എന്ന് പറയാണ്. ഡിജിറ്റൽ കോപ്പി കൊടുക്കേണ്ട ഒരു സന്ദർഭം അനിതര സാധാരണമായ സന്ദർഭമാണിത്. കാരണം നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് അവിശ്വാസം എന്ന് പറയുന്ന സംഗതി രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അത് പരിഹരിക്കാൻ ഏത് എക്സ്റ്റെൻറ്റ് വരെയും ഒരു കമ്മീഷൻ പോകണം. അല്ലാതെ അത് ഞങ്ങൾ ചെയ്യില്ല, ഇതിന് മറുപടി പറയില്ല, മറ്റേ ചോദ്യം ഞങ്ങൾ ആൻസർ ചെയ്യില്ല എന്ന് വെച്ചിരുന്നാൽ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. ഫൈനലി ഞാൻ പറഞ്ഞത്, വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സംവിധാനം, ക്രെഡിബിലിറ്റി തകർക്കപ്പെട്ട ഒരു സംവിധാനം, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് ജനം കാണുന്ന ഒരു സംവിധാനം, അവരേത് നടപടിയെടുക്കലിനെ കുറിച്ച് ഭീഷണിപ്പെടുത്തിയാലും, ഏത് നോട്ടീസ് എടുക്കും, കോടതിയിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ജനം അതിനെ വകവയ്ക്കാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഫിഡൻസ്. അത് അദ്ദേഹത്തിൻ്റെ ബീഹാറിലെ ഇപ്പോഴത്തെ യാത്രയിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് സത്യവാങ്മൂലം ഞങ്ങൾ ഒടുക്കുന്നില്ല തീരുമാനിക്കുന്നത്. കാരണം എല്ലാവരും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രശ്നം ഉന്നയിച്ചല്ലോ, BJP ഉന്നയിച്ചല്ലോ, ഇവിടെ വയനാട്ടിൽ പ്രശ്നമാണ്, പിന്നെ രാഹുൽ ഗാന്ധിയുടെ മത്സരിച്ച മണ്ഡലത്തിൽ UP മണ്ഡലത്തിൽ പ്രശ്നമാണെന്ന്. അവർ സത്യവാങ്മൂലം കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധി മാത്രമാണ്. അപ്പോൾ ജനങ്ങൾക്കിതിൻ്റെ പക്ഷപാത സമീപനത്തിൻ്റെ പരമാവധി എന്താണെന്ന് ഇന്നലെ മനസ്സിലായി കഴിഞ്ഞു. ഇനി രാഹുൽ ഗാന്ധിയുടെ ഊഴാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, ശരിയായ ഊഴം.